പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 14-15 വചനങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുതപിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യെരൂശലേമിനും യഹൂദാഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Zechariah chapter 8 verse 14 and 15. This is what the Lord Almighty says: just as I had determined to bring disaster on you and showed no pity when your ancestors angered me, says the Lord Almighty, so now I have determined to do good again to Jerusalem and Judah. Do not be afraid. Amen. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. കാരണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ തിന്മയ്ക്കല്ല, നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങളായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രണ്ട് കാര്യം നമുക്ക് കാണുവാനിടയായിത്തീരും. ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ദൈവം തിന്മ വരുത്തുവാൻ വിചാരിച്ചു. എന്നാൽ അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് നാം പൂർണ്ണമായി മടങ്ങി വരുമ്പോൾ കർത്താവ് വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ നിനവെ പട്ടണത്തെ നമുക്കറിയാം. സ്തോത്രം. ആമേൻ. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ആ പട്ടണം. അവരുടെ അകൃത്യവും അവരുടെ പ്രവൃത്തികളൊക്കെ ദുഷ്ടത നിറഞ്ഞതും ആമേൻ സ്തോത്രമായതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ നിനവെ പട്ടണത്തെ നശിപ്പിക്കും. എന്നാൽ യോനാ പ്രവാചകൻ അതുപോലെ വന്ന് പ്രവചിക്കുന്നു. സ്തോത്രം. ജനം അനുതപിക്കുന്നു. മൃഗങ്ങൾക്ക് പോലും ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ എല്ലാവരും ഉപവസിക്കുന്നു. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അത് വരുത്തിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്ക് നന്മ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നാം എല്ലാവരും നന്മ ആഗ്രഹിക്കുന്നവരാണ്. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ സ്തോത്രം മക്കൾക്ക് നാം നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. എന്നാൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അതേ വചനം തന്നെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. നാളുകളിൽ നാം എല്ലാ നന്മകളും ഈ ഭൂമിയിൽ നശിച്ചു പോകും. എന്നാൽ നാം നേടുന്ന ആത്മാവിൻ്റെ രക്ഷ, ആത്മീയ സന്തോഷങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അത് എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. അമ്മേ, നമ്മെ സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ നമുക്ക് പ്രവേശനം ധാരാളമായി ലഭിക്കുവാനിടയായിത്തീരും. ഈ നാളുകളിൽ അമ്മേ സ്തോത്രം നിത്യജീവനെ കണ്ടെത്തി ആ നന്മ അനുഭവിക്കുവാൻ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അമ്മേ, മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ അമ്മനെങ്ങും യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ നാളുകളിൽ യേശുവാണ് അമ്മേ സ്തോത്ര ഏക സത്യ നിത്യ ദൈവം. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. യേശു കർത്താവിന് ഹൃദയം സമർപ്പിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദോഷമായി സംഭവിക്കുന്നതൊക്കെയും യേശു നന്മയ്ക്കായിട്ട് മാറ്റും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ വീണ്ടും വീണ്ടും കോപിപ്പിക്കാതെ ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി നന്മ വരുത്തും, നമുക്ക് വേണ്ടി നന്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും നാം ചെയ്യേണ്ടുന്ന ഒരു ചില കാര്യങ്ങൾ താഴെ വ്യക്തമായി പറയുന്നുണ്ട്. 16-ാം വചനം മുതൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. അപ്പോൾ നാം വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യണം. ഓരോരുത്തർ തൻ്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവിൻ. നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും വരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം വെറുക്കുന്നതിനെ നാമും വെറുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം
സഹായം ആവശ്യമാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവെന്ന ആ നന്മ എത്രയധികം സ്വർഗസ്ഥനായ പിതാവ് നൽകും. കാത്തിരുന്ന് ആ ദൈവ സാന്നിധ്യം പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ അഭിഷേകം നമ്മെ ഉപദേശിച്ച് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 19-ാം വചനത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവൻ. അപ്പോൾ നാം എന്ത് ഇഷ്ടപ്പെടണം? നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിരൂപിക്കേണ്ടത്? നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, സ്തോത്രം, നാം എങ്ങനെ സംസാരിക്കണം ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. സത്യം പറയണം, ദോഷം നിരൂപിക്കരുത്. സത്യവും സമാധാനവും ഇഷ്ടപ്പെടണം. ന്യായപാലനം ചെയ്യുന്നത് നേരോടും നീതിയോടും കൂടി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നാം ചെയ്തില്ലെങ്കിൽ നാം ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങളാണ് ഇതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ദൈവകോപം നമ്മൾ വെളിപ്പെടുകയേ ഉള്ളൂ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. ഇസ്രായേൽ മക്കളെ കർത്താവ് രക്ഷിച്ചു, അടിമതകത്തു നിന്ന് കൊണ്ടുവന്നു, മിസ്രയീമിൽ നിന്ന് അവരെ രക്ഷിച്ചു. സ്തോത്രം സ്തോത്രം. കനാൻ ദേശത്തിലേക്ക് വഴി നടത്തുമ്പോൾ ആരൊക്കെയാണോ ദൈവത്തെ അവിശ്വസിച്ചത്, ആരൊക്കെയാണോ മത്സരികളായി തീർന്നത്, ആരൊക്കെയാണോ അനുസരണക്കേട് കാണിച്ചത്, ഈ 3 കൂട്ടരും സ്തോത്രം മരുഭൂമിയിൽ വെച്ച് പോകുവാനിടയായി തീർന്നു. കാരണം ദൈവകോപം അവരുടെ മേൽ വെളിപ്പെട്ടു. ദൈവം അവരോട് സത്യം ചെയ്തു, നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ജനത്തെ കർത്താവ് ആ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആത്മീയ ഇസ്രായേലിയരെ നാമും ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ, മറുതലിക്കാതെ, മത്സരിക്കാതെ, ദൈവത്തെ കോപിപ്പിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ, അവിശ്വസിക്കാതെ ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കുമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദോഷമായി ഭവിച്ചതൊക്കെയും കർത്താവ് നന്മയ്ക്കായിട്ട് മാറ്റും. സ്തോത്രം. കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ് ഒന്നും ഭയപ്പെടുന്നത്? സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, യഹോവയുടെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. എല്ലാ ഭയങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുവാൻ സർവശക്തനാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. അങ്ങ് കർത്താവേ മനുഷ്യനല്ല കർത്താവേ, അല്ലെങ്കിൽ മനുഷ്യപുത്രനുമല്ല. അങ്ങ് കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാക്ക് പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാകുന്നു. എന്നാൽ കർത്താവേ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഓരോ നാളും അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം ചെയ്ത്, അങ്ങ് വെറുക്കുന്ന കാര്യങ്ങളെ ഞങ്ങളും വെറുത്ത് അങ്ങയുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചെയ്ത് അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോട് കർത്താവ് നേരോടുകൂടി ചെയ്യുക ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെക്കുറിച്ച് നന്മ വിചാരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അനുദപിക്കുന്ന, കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സ്തോത്രം നന്മ കരുതി അവരെ മാനിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാ ഭയങ്ങളും മാറട്ടെ. ഈ നിമിഷം മുതൽ പരിശുദ്ധാത്മാവും ദൈവം വീണ്ടും ഞങ്ങളെ കരം പിടിച്ച് നല്ല ആത്മാവ് നേർനിലത്തിൽ നടത്തുവാൻ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.